കണ്ണാടി വെച്ചില്ല, കണ്ണാടി വെക്കട്ടെ, എന്നാലും കുറച്ച് മാസം എടുത്തില്ല. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ നോർമൽ ഇൻട്രോ ആയപ്പോലെ പെട്ടെന്നല്ല ഗൈസ്. ഇന്ന് നമ്മൾ കൊച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം വ്ലോഗ് കണ്ടാണല്ലോ, കൊച്ചി വന്ന് എന്തിനാണെന്നൊക്കെ പറയുന്ന സംശയം ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ മുതലാളിയുടെ ബർത്ത്ഡേ, അതായത് ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസമാണ് മുതലാളിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് സനിബ്രോയുടെ വീട്ടിൽ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം മുതലാളി 1-ാം തീയതി ഇവിടെ കാണത്തില്ല, അങ്ങനെ എന്തോ ഇവിടെയൊക്കെയാണ് ഇന്നത്തേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഞാൻ മുതലാളിയുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇത് 6-ാമത്തെയോ 5-ാമത്തെയോ എന്തോ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ മനോരമയിൽ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പയ്യന്മാർ ആണല്ലോ, മുതലാളിക്ക് കൈയടിക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്യുന്ന ടീമുണ്ടല്ലോ, നമ്മളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഓരോ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ അതുപോലെ തന്നെ ഗ്രാൻഡായിട്ടൊക്കെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മനോരമ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ വ്ലോഗ് കണ്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയുക, അപ്പം നമുക്ക് ആദ്യം നേരെ പോയി മുതലേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. എനിക്ക് അത്ര വലിയ സാധനമൊന്നും വാങ്ങിക്കണമെന്നില്ല, എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞു സാധനം ഉണ്ട്. അപ്പം ഡ്രസ്സാണുള്ളത്. അപ്പോൾ അത് എങ്ങനത്തെ ഏതാണെന്ന് എനിക്കൊരു ഏകദേശം ഇത് വെച്ചിട്ട് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ പോയി മൂവിക്കും പോകണം. മൂവിക്കും പോയി ഡ്രസ്സും വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ചു വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി, ഗിഫ്റ്റ് ഞാൻ ഷർട്ടാണ് ബ്രൈഡൽ സെക്ഷനിലൊക്കെ പോകണം. ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷർട്ടാണ്. ഞാൻ ഇവിടെ ഇവിടെ ഇല്ല, അപ്പുറത്താന്നുണ്ട്. ഇവിടെ ലേഡീസിൻ്റെ മെൻസിൻ്റെ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ വന്ന് കയറി ഇല്ല. ഞാൻ എന്തായാലും നമ്മളെന്തായാലും ഫോറം മാളിൽ വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ലൈഫ് സ്റ്റൈലിൽ കയറി നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൽ കയറിയതാണ്. എന്തെങ്കിലും ഒരു കണ്ണിനടക്കണം നല്ല ഷർട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ തന്നെ. ബ്രോ ആക്ച്വലി മെൻസിൻ്റെ സെക്ഷൻ എടാ, മുകളിലേക്ക് പോകണോ? മുകളിൽ പോകണോ? മുകളിലേക്ക് പോകണം. ഐസ് ഇടയ്ക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്, മെൻസിൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. ഷർട്ടാണ് ഞാൻ നോക്കുന്നത്. ഷർട്ട് നോക്കണം, അതാ മറ്റേ അനിമയുടെ ടീഷർട്ട് നോക്കണടാ. അനിമയുടെ ടീഷർട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അത് ഒരെണ്ണം നോക്കി. അനിമ ഇഷ്ടമാണ്, അപ്പോൾ അനിമയുടെ ടീഷർട്ട് നോക്കിയാൽ എന്തായാലും നോക്കി ഫൈനലൈസ് ചെയ്തിട്ട് വരാം. കഴിച്ച് ഞാൻ നമ്മൾ നേരെ തപ്പി കണ്ടുപിടിക്കുന്നതിന് ശേഷം നമ്മൾ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഷർട്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് മുതലാളി കൊടുക്കുമ്പോൾ കാണിക്കാം അല്ലേടാ. പക്ഷേ നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിച്ചു. ഇവിടെ സെയിൽസ് കിലോ ഉണ്ടായിട്ട് ഒന്നും പറ്റിച്ചു. എൻ്റെ ഹാഷിന് വേണ്ടി വന്നു തപ്പി കണ്ടുപിടിക്കാൻ, എൻ്റെ ഹാഷിനുമോ വേണ്ടി വന്നു. ഹാഷിനുമോ അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് നമ്മൾ ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നൈസർ ഷർട്ട്. ഇതുവരെ ഇല്ലാത്തൊരു ടൈപ്പ് കളർ ഷർട്ടാണ്. എന്തായാലും നൈസാണ്. എന്തായാലും നമ്മളിത് ബില്ല് ചെയ്തിട്ടേക്ക് വരട്ടെ. ബില്ല് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വരാം. എന്നിട്ട് ശരുവിനെ വിളിക്കണം, ശരു എവിടെയാണെന്ന് ചോദിക്കണം. എന്നിട്ട് അതല്ല നമ്മളുടെ മറ്റേ പടത്തിൻ്റെ റിവ്യൂ ബാക്ക് ടു ബാക്ക് നടന്നിട്ട് അതും ചെയ്യണം. ഓ മൈ ഗോഡ്, എന്തൊക്കെയാണെന്നോ. നമ്മൾ സനിബ്രോ പറഞ്ഞില്ലേ ശരണ്യ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ശരണ്യ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളെന്നാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. സോ നമ്മളെന്തായാലും ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. മുതലാളിക്ക് ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു മുതലാളിയുടെ ടൈപ്പ് ഒരു സാധനം എടുത്തിരിക്കുന്നത്. എന്തായാലും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ റൂമിൽ പോകണം. ജോയലിന് നേരെ വീട്ടായിട്ടും പോകും. സനിബ്രോ പറഞ്ഞത് ശരു അവിടെ ഫോർമാലിനുണ്ടോ, നീ അങ്ങോട്ട് ചെന്നായിരുന്നില്ല. അവിടെ ശരണ്യ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളു. സോ ഇനിയിപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് നമ്മുടെ കാട്ടാളം മൂവിയുടെ റിവ്യൂ അത് എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഒരു 1 മണി 1:30 ആകുമ്പോൾ നേരെ സനിബ്രോയുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. ഇതിലേ ഇറങ്ങണം, എന്നിട്ട് വേണം പോകാനായിട്ട്. സനിബ്രോയുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാൻ നേരം ഞാൻ ഇന്ന് എത്ര വ്ലോഗാണ് എടുക്കുന്നത്. ഇന്നൊരു വ്ലോഗ് ഒരു ഷോർട്സ് പോകുമ്പോൾ ഇക്കോട്ട് ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ നേരെ റൂമിലോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമിൽ എത്തി നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1:30 അവിടെ സനിബ്രോ എത്താൻ പറഞ്ഞേക്കാം. നമുക്ക് നേരെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം, നേരെ പോയി സനിബ്രോ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഫോർ സനിബ്രോ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കാം. അതാണ് ലെറ്റ്സ് ഗോ ഫോർ സനിബ്രോസ് ഫ്ലാറ്റ്, അല്ല സനിബ്രോ ശാസ്ത്രോയുടെ ഫ്ലാറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ലിഫ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇത് ഏതാ നില സർവീസ് ലിഫ്റ്റ്? ഇത് ഒരെണ്ണം മനിലില്ല. ലിഫ്റ്റിനൊക്കെ ഇത്രയും ഇതുണ്ടായിരുന്നു. ദൈവമേ, 2 ലിഫ്റ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ച ഷർട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏത് കളറായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യുന്നവർക്ക് ഞാൻ മുട്ടായി വാങ്ങിച്ചായിരുന്നു. വന്നു പോകും ലിഫ്റ്റ്. ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാം. നിങ്ങൾ പലപ്പോഴും പല വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പോണ പോക്കിനകത്ത് ഇത് കണ്ട, ഞാനങ്ങോട്ട് നോക്കുന്നില്ല. ഓക്കെ, ഞാൻ ഫ്ലാറ്റിൽ എത്തിയിട്ട് വരാം. അപ്പം ഇവന്റെ 50 മീറ്റർ അപ്പുറത്ത് ഇപ്പൊ നടന്നോളാം. അപ്പുറത്ത് കറങ്ങി ഇപ്പുറത്തെ 50 മീറ്റർ നിർത്തും. ഇവര് വീണ്ടും അങ്ങോട്ട് കറങ്ങും. പട്ടത്തിൽ കറങ്ങില്ലേ ഇപ്പൊ ആൾക്കാര് പങ്കാലൊക്കെ ഇറങ്ങുന്നത്. ഇവര് സ്റ്റേഡിയത്തില്ലേ ഇങ്ങനെ
പണ്ട് കണ്ടുപോലെ ചുറ്റുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇവിടെ വരെ വരും, ഇവിടെ ഇങ്ങനെ നടുക്ക് വരൂല, ഇവ നിൽക്കുന്നത് വരില്ല. ഫിറ്റ്നസ് കോൺഷ്യസ് പണ്ടൊക്കെ ആൾക്കാർ പൈമാരെ പോകുമ്പോഴത്തേക്ക് പേര ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കും, പേര ഉണ്ടോ? ഇപ്പൊ എന്താ പെമ്പിളെ വിളിച്ചു ചോദിക്കും കുട്ടിയോടെ. അടുത്ത വരും ഒന്നാം തീയതിയാണ് ഓർമ്മിക്കല്ലേ. അയ്യോ നമ്മളെ മറ്റേ മഴവില്ലി കൊണ്ടുപോയിട്ട് അവരെ കൊല്ലണം നമ്മളെ കാണിച്ചത്. എന്റെ അളിയ ശാസേ അവസാനേ അവരൊരു ദയ തോന്നി അവസാനം കട്ടിയ പ്രൊഡ്യൂസർ പറയും ഇനിയൊന്നും പറയണ്ട. ആ ഗതിയായിട്ട് അവര് പ്രൊഡ്യൂസർ മൈക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ നിർത്തിയതാണ്. അവസാനം താഴ്ത്തി തുടങ്ങിയപ്പോഴാണ് വിളിച്ചു പറഞ്ഞിട്ട് നിർത്തി. അത് ഇല്ലെങ്കിൽ അപ്പൊ ഇവൻ പറ്റും ഞാനാണ് ഇവിടെ ആത്മഹത്യ. വന്ന് ഇതിന്റെ കുറച്ച് പരിപാടി മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് ബലൂണെല്ലാം വരുപ്പിച്ച് ഇവിടെ സൈഡിലെല്ലാം വെച്ച് ഇനി മുതലാളി വരണം. മുതലാളി വന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്ന് പറയുന്നത് കുറേ മണിക്കൂറുകളായി. നമ്മൾ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് എനിക്കിട്ട് ലോക്ക് കിട്ടി. ആസ് യൂഷ്വൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൂക്കുകൾ എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. പിന്നെ കുഴപ്പമില്ല. ഇപ്പം മുതലാളി പറഞ്ഞു, മുതലാളി വന്നിട്ട് കേക്ക് കട്ടിയിട്ട് ബിരിയാണി കഴിക്കുക. വിശന്നിട്ട് വയ്യ. ബിരിയാണി കഴിച്ചാൽ അവിടെ നിന്ന് ഉറങ്ങി പോമിക്കരുത്, അതാണ് അവസ്ഥ. മുതലാളി വരട്ടെ, വെയിറ്റിംഗ് ഫോർ മുതലാളി. സനുപോ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ഏതാ? ഫേവറേറ്റ് ആക്ടർ ഏതാ? ആരുമില്ലേ? അല്ല വേറെ മറ്റേ ഒരുത്തന്നെ ഡാനിയൽസ് കാണാൻ വേണ്ടി കണ്ടിരുന്നത്. ഒരുത്തൻ മറ്റേ ഒരു പയ്യൻ 3 വർഷം കൊണ്ട് ഡാനിയൽസിനെ കാണാൻ വേണ്ടി നടന്ന് ഡാനിയൽസ് നടന്ന് 3 വർഷം കുറെ കണ്ട് അവസാനം ഹഗ്ഗും കൊടുത്ത് അവൻ എഴുതി കൊടുത്തതെന്നറിയാവോ? അത് വേണ്ട പ്ലേ വിത്ത് യു അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് തിരിച്ച് ഫോളോ ചെയ്തു മലയാളി പയ്യൻ. അവരെ കാണാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഫാൻ ഇവിടെ കൊച്ചിയിൽ പോയാ മതിയാ. പക്ഷേ ഫാൻ പുതിയ ആരൊക്കെ പുതിയത് ആരുമില്ല. ആരൊക്കെയാണ് പുതിയ? പിന്നെ നമുക്ക് അറിഞ്ഞൂടാ. ഇവരെ കറിയ നമുക്ക് അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. ഇല്ല നമ്മളെ നേരത്തെ ആണല്ലോ എല്ലാരും സെറ്റ് ആക്കിയപ്പോ. അപ്പൊ നമ്മളെ മനഃപൂർവ്വം തിരിച്ച് പ്രാങ്ക് ചെയ്യാനാണോ എന്ന് എനിക്കൊരു ഡിസ്പ്ലേ കാർഡ് കാണിച്ചു ഇങ്ങനെ. ഞാൻ ഫ്രണ്ടിലെ ഡിസ്പ്ലേ കാര്യം മറന്നുപോയി. എന്റെ കാർഡൊക്കെ ഷൂട്ട് ചെയ്ത് അവരെ കൊണ്ട് ഇത് ഓട്ടിപ്പിക്കണ പോലെ ഫോട്ടോ എടുക്കണം. ആരെങ്കിലും ഒരാള് ഫോട്ടോഗ്രാഫർ ആരാ കൂട്ടത്തിൽ? ഞാനിത് വീഡിയോ എടുത്തോണ്ടിരിക്കാം. ഇതിന്റെ പക്കത്തൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ തൊപ്പി ഒന്നേ ഉള്ളു. ഒരാളുടെ തല വെച്ചിട്ട് അടുത്ത ആളെ സനിവിടെ ഒളിഞ്ഞു നോക്കുന്നു. കാണുന്നില്ല. 5 മിനിറ്റ് മുമ്പ് വർഷം പറഞ്ഞത് 5 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 5 മിനിറ്റും കഴിഞ്ഞ് 15 മിനിറ്റും കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. എപ്പോൾ എത്തും എന്നുള്ള കാത്തിരിപ്പ് വിശപ്പ് എല്ലാം കൂടെ ഒരു ശരി. എന്തായാലും വീണ്ടും വെയിറ്റ് ഫോർ ഇറ്റ്. എന്താവും എങ്ങനെയാവും എന്തിനെ കാണാൻ. സനിബ്രോ പ്രശസ്ത ബ്യൂട്ടി ബ്ലോഗറും ഒരാൾ പറഞ്ഞു അവിടുന്ന് നോക്കുമ്പോൾ കാണത്തില്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിഴലുണ്ട്. അതല്ലെന്ന് പുറത്ത് നോക്കുമ്പോ കാണത്തില്ലേന്ന്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഒളിഞ്ഞോട്ടം ലെൻസ് അതല്ല പറഞ്ഞത്. അവിടുന്ന് നോക്കി
മതി മനസ്സിലായില്ലേ? എന്തൊക്കെയായി കൊച്ചു നിന്റെ കാറിന്റെ താഴെ കണ്ട ശരണ്യയുടെ കാറ് പോലെ ശരിക്കും അതല്ല ഇതും കൂടെ ഓൺ ചെയ്ത് വെക്കാനുള്ളതല്ലേ. ഒന്നും കൂടെ വന്നോട്ടെ. നന്ദൂരും കൂടെ ഉള്ള കൊച്ചിനെ കൊണ്ട് ഡ്രസ് വാങ്ങിക്കാൻ പോയേക്കണം. താങ്ക് യു ഗൈസ്, ഐ ലവ് യു ഗൈസ്. ആര് കഴിച്ചില്ലത്? എത്ര പൊറോട്ട? ഒരു പൊറോട്ട ബാക്കി കുറച്ച് ബീഫ്, ബാക്കി കുറച്ച് ചിക്കൻ, ബാക്കി ഇത്രയും കഴിച്ചില്ലെന്ന് പറഞ്ഞത്. ബിരിയാണി കഴിച്ചില്ലേ എന്നല്ലേ അവൻ ചോദിച്ചത്. അല്ലല്ലോ കഴിച്ചോ എന്നാ ചോദിച്ചത്. ബിരിയാണി കഴിച്ചോ എന്നാണ് ബിരിയാണി ഞാൻ കഴിച്ചു. ബിരിയാണി കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സംശയമുണ്ട്. നാളെയാണ് ബാ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഒരെണ്ണം മുറിക്കാനായിട്ട് 16 ദിവസം ലേറ്റ് ആയതാ. ഞാൻ വീണ്ടും സന്ധ്യയെ വിളിച്ചു ഹാപ്പി ബർത്ത്ഡേ നന്ദു. ഞാൻ ഫേസ്ബുക്കിൽ ഞങ്ങൾക്കൊക്കെ അറിയണം. ഡബിൾ ബർത്ത്ഡേ ഗൈസ്, രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. അവരിവിടെ സ്ഥലത്ത് പോകുന്നുണ്ട്. ഞാൻ ഇതിൽ എന്തൊരു മുറിയും എന്തെങ്കിലും നെടുവേ മുളക്കാം അല്ലേ? അത് നിന്റെ ഓക്കെ മുറിക്കാം. എന്റെ കരിയറിൽ ഇത്രയും വലിയൊരു കഷ്ടം ഞാൻ ഈ ഒരു പീസ് എല്ലാവരും കൊടുക്കാം. മാങ്ങയോ? ഇത് മൂന്നാമത്തെ കേക്കാണ്. മാംഗോ സീസൺ. ഞാനേ ഓടുന്നില്ല. അല്ല സനുബ്രേ എല്ലാം മുൻകൂടി കണ്ടേട്ടാ. ഞാൻ സനുബ്രോ ഷൂസ് എടുക്കാൻ പോണ സനുബ്രോ ഞാൻ മറ്റേ ഓടിയിട അതിന്റെ ഞാൻ എടുത്തു എടുക്കരുത്. നീ വേറെ വല്ല വേണമേ ഷൂസ് വാങ്ങിയത്. നല്ല കളർ ഇത് ഷെൽഫിൽ വെക്കാനുള്ളതല്ല. ഇതിന്റെ കാര്യം ഇത് ഓടിത്തുറങ്ങും. മഴ ഒന്ന് കുറഞ്ഞോട്ടെ. ഓ ഞാൻ വിചാരിച്ചിട്ട് മാരത്തോണൊക്കെ ഓടും. ഉമ്മിന്റെ ബഹളം. കയ്യിലിടാ ഇല്ല ആദ്യത്തെ ന്യൂ ബാലൻസ്
സുഹൃത്തുക്കളെ വീണ്ടും എനിക്ക് ഓടാനായി ന്യൂ ബാലൻസിന്റെ ഷൂ Casual ആയിട്ടുള്ള. Casual shoe ആണ്. റണ്ണിംഗ് ഷൂ അല്ലേ സാധാ shoe ആ. Casual. അപ്പൊ കാഷ്വൽ ആയിട്ട് ഇടാൻ മഴവില്ലിടാ Running മഴവില്ലിടാ. shoe block ചെയ്തതാ. ആരെക്കൊണ്ട് ആരും വാങ്ങിക്കണ്ടാന്ന് ഞാൻ പോയി റൂമിന്ന് മറ്റേ എന്തോന്ന് മറ്റേ നോക്കി വെച്ചേട്ടാ 3 ഷൂസ് കൂടെ കിട്ടി ഞങ്ങൾ തകർന്നു പോയതാണ്. എന്നെ കാണിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, shoe അല്ലേ സനുബ്രോ നീ ആയി. ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നല്ലേ ഒരു അക്ഷരം നൈസ് ആണ് ഇപ്പൊ ലോഞ്ച് എടുക്കാൻ ഷൂസ് മാത്രം ഞാൻ കൊന്നാ സമ്മതിക്കില്ല നീ വേണമെങ്കിൽ വേറെ വല്ല മറ്റേ വല്ല കപ്പലിനെ വിട്ടായി പറ്റുന്നത് ചുക്കാമണിയിലൊക്കെ നീ ഷൂട്ടോടാണ് ഇപ്പൊ നടക്കുന്നത് കനമുണ്ടല്ലോ പിങ്കി പൂക്കി കേക്കല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഷിറ്റ്സ് പട്ടിന്ന് എന്റെ shoe. പൊട്ടിയോ ഇത് മറ്റേ ഇത് എന്ത്? പോളറോയിഡ് അല്ലേ ഇതാണല്ലേ നീ ഇന്നലെ വൈകിട്ട് ചോദിച്ചത് എന്നോട് നമുക്ക് അതുപോലെ ഒന്ന് വാങ്ങണം അപ്പൊ പോയി ഫോട്ടോ എന്നോട് എടുക്കാനൊക്കെ പറഞ്ഞ, അപ്പൊ ഞാൻ ഉറപ്പിച്ച് വാങ്ങുകയാണ്. എടാ അത് കലക്കിയടാ എന്റെ same സാധനം. അതെ. നീ എനിക്ക് വാങ്ങിച്ചു അതല്ല തന്നതിന്റെ ഇതേ സെയിം സാധനമാണിത് ഇത് കാച്ച സാധനമുണ്ടാ എടാ ഞാൻ ആഗ്രഹിച്ച സാധനം എടുക്കുന്നത് അവസാനം അയ്യോ എന്റെ സനി ബ്രോ ഒരു കറൂടെ ഉണ്ടായിരുന്നു ഒരു കറൂടെ ആ ബാഗ് എവിടെ ബാഗല്ല ഇത് വേറെ ഓഹോ ഇത് വേറെ നരനക്കുട്ടി ഞാനും യെസ് ഓഫ് കോഴ്സ് ഇവിടെ ഓടിക്കട്ടാടാ ആ ഓടിച്ചു ഇത് ഇല്ലാത്തൊരു ഷെയ്ഡാണ് റബ്ബന്റെ ഫ്രീ ആയിട്ട് കണ്ടത് ബ്രാൻഡിങ് എന്നൊക്കെ അത് മാറ്റിട്ട് അത് ഫോട്ടോ എടാ കൊടുത്തോ ഇല്ലാത്തൊരു സൈസ് ആയിരുന്നു ഇല്ലാത്തൊരു കളർ ടൈപ്പ് കിട്ടും താങ്ക് യു സോ മച്ച് നരനക്കുട്ടി ഐ ലവ് യു मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला ബൈ നന്ദല ബൈ ഓക്കെ ബൈ ബൈ വർഷാബി അടുത്ത ഷെഡ്യൂള് എന്റെ സനിബ നമുക്ക് പുറത്ത് വരാം ആദ്യം വന്ന് ബുദ്ധിജീവിയായി തുടങ്ങിയിട്ടുണ്ട് പരീക്ഷ ജയിച്ചിട്ട് വരവുണ്ട് പാപ്പ നമ്മള് പറഞ്ഞ ഡീലിങ്സ് ഓക്കെയാണ് ഇവരെയൊക്കെ ഒഴിവാക്കിട്ട് നമ്മള് അല്ല സോനിപുരക്ക് വേറെ ജീവിതം നമ്മള് സന്തോഷം വരിക സോനിപുര നമ്മളെ ഗ്രൂപ്പിലേക്ക് ഉടനെ വരുന്ന ജോയിൻ ചെയ്യുന്ന മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ 10 ചായ കുടിക്കും ഒരു ദിവസം അത്രയുണ്ട് ബൈ ബൈ ശരി ബൈ ബൈ ആദ്യം അയച്ചവിടെ എല്ലാവരുടെയും കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ഇവിടെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയപ്പോഴേ ഞാൻ സമയം നോക്കണം 6-7 മണിയും കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് സോ ഞാൻ എന്ത് ചെയ്തു നേരെ തിരിച്ച് നമ്മുടെ ലൂപ്പിൽ വന്ന് ഇനിയിപ്പോൾ നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു കൊള്ളായിരുന്നു കഴിച്ചു നല്ലൊരു ദിവസമായിരുന്നു അടിപൊളി ദിവസമായിരുന്നു എന്തായാലും ബിരിയാണി ഒന്നും പറയാൻ മേല കിടിലൻ ബിരിയാണി ആയിരുന്നു അത് കഴിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോഴും വരില്ല എന്താ വെച്ചാൽ ഞാൻ വീണ്ടും പോയി ഫുഡ് കഴിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുതലാളിയുടെ ബർത്ത്ഡേ മുതലാളി ഹാപ്പി ബർത്ത്ഡേ ടു യു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി അപ്പോൾ തന്നെ പറഞ്ഞത് ഇഷ്ടമായെന്ന് പറഞ്ഞാലോ അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ ഒരു ബർത്ത്ഡേ വീഡിയോ ആയിരുന്നു അപ്പം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം